നമസ്കാരം. ആഗോള രാഷ്ട്രീയം ഇന്ന് ഊർജ്ജ സുരക്ഷയെ ചുറ്റിപ്പറ്റിയാണ് സഞ്ചരിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷത്തിനു ശേഷം ലോകത്തെ എണ്ണ വിപണി ശക്തമായ സമ്മർദ്ദത്തിലായപ്പോൾ ഇന്ത്യയെ പോലെ വളരുന്ന സാമ്പത്തിക ശക്തികൾ എടുത്ത തീരുമാനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി സംബന്ധിച്ച നിയന്ത്രണങ്ങൾ ചർച്ചയാവുകയും ഇന്ത്യക്ക് വൻതോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് തീരുവ ചുമത്തിക്കൊണ്ട് അമേരിക്ക രംഗത്തു വരികയും ഭീഷണിയും സമ്മർദ്ദവും പതിവാക്കുകയും ചെയ്തു. റഷ്യൻ എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉടൻ തന്നെ വെനസ്വേലയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് പുനരാരംഭിക്കാമെന്ന് അറിയിച്ച് US ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതിനു പിന്നാലെയാണ് അതിന് പകരമായി വെനസ്വേലൻ എണ്ണ പരിഗണിക്കാമെന്ന് US-ന്റെ നിർദ്ദേശം. ഇതൊരു സാധാരണ നയമാറ്റമല്ല, മറിച്ച് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രാധാന്യത്തിന്റെ തുറന്ന അംഗീകാരം കൂടിയാണ്. നേരത്തെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ US റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് അത് വെട്ടിക്കുറയ്ക്കാൻ ഇന്ത്യ നിർബന്ധിതരായ സാഹചര്യത്തിലാണ് ഈ നീക്കം. വരും മാസങ്ങളിൽ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരലുകൾ കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടെയാണ് US പുതിയ ഓഫറുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെ 25% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് ഈ വർഷം ജനുവരി 3-ന് US സേന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുകയും അദ്ദേഹത്തിനെതിരെയും രാജ്യത്തിനെതിരെയും നടപടികൾ ശക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ US നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. റഷ്യൻ എണ്ണയുടെ ലഭ്യതയിൽ ഉണ്ടായ കുറവ് നികത്താൻ വെനസ്വേലയിൽ നിന്നുള്ള വാങ്ങലുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയെ അനുവദിക്കാമെന്ന് അവർ ഇന്ത്യയെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. യുക്രൈനിലെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന റഷ്യൻ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം നിയന്ത്രിക്കാനുള്ള US-ന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം. വെനസ്വേലൻ എണ്ണ വിറ്റോൾ, ട്രാഫിഗുറ പോലുള്ള ട്രേഡിംഗ് സ്ഥാപനങ്ങൾ വഴിയാണോ അതോ വെനസ്വേലയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ PDVSA നേരിട്ടാണോ വിപണനം ചെയ്യുകയെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. 2022-ൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങളും വലിയ വിലക്കിഴിവുകളും വന്നപ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായി മാറിയിരുന്നു. എന്നാൽ പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങലുമായി ബന്ധപ്പെടുത്തി 25% അധിക നികുതി ഏർപ്പെടുത്തിയതിനു ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഓഗസ്റ്റോടെ 50% വരെ ഉയർത്തിയിരുന്നു. അതിനിടെ ഇന്ത്യ തങ്ങളുടെ എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുകയാണ്. റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയുന്ന സാഹചര്യത്തിൽ എന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അടുത്തിടെ പറഞ്ഞിരുന്നു. എങ്കിലും അദ്ദേഹം വെനസ്വേലയുടെ പേര് നേരിട്ട് പരാമർശിച്ചിരുന്നില്ല. അതിനിടെയാണ് US തീരുവ കണക്കിലെടുത്ത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഉടൻ തന്നെ പ്രതിദിനം 10 ലക്ഷം ബാരലിൽ താഴെയാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ജനുവരിയിൽ ഏകദേശം 12 ലക്ഷം ബാരലായിരുന്നു പ്രതിദിന ഇറക്കുമതിയായി ഉണ്ടായിരുന്നത്. ഫെബ്രുവരിയിൽ ഏകദേശം 10 ലക്ഷം ബാരലായും മാർച്ചിൽ 8 ലക്ഷം ബാരലായും കുറയുമെന്നാണ് ലഭ്യമായ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പിന്തുടരുന്ന സ്വതന്ത്രവും ധൈര്യവുമായ വിദേശ നയമാണ് ഇതിന് അടിത്തറയാവുന്നത്. ഇന്ത്യ ഫസ്റ്റ് എന്ന സമീപനത്തിലൂടെ രാജ്യത്തിന്റെ ഊർജാവശ്യങ്ങൾ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നു. അമേരിക്ക പോലുള്ള ശക്ത രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ആവശ്യങ്ങൾ കണക്കിലെടുക്കാൻ നിർബന്ധിതരാകുന്നത് മോദി സർക്കാരിന്റെ ദീർഘദർശിയായ നയതന്ത്ര വിജയത്തിന്റെ തെളിവാണ് എന്ന് പറയേണ്ടി. ഇന്ത്യ ഇനി ആരുടെയും സമ്മതത്തിന് വഴങ്ങുന്ന രാജ്യമല്ല. സ്വന്തം ദേശീയ താൽപര്യങ്ങൾ ഉറച്ച നിലപാടോടെ സംരക്ഷിക്കുന്ന ശക്തമായ രാഷ്ട്രമാണ്. വെനസ്വേലയിലെ എണ്ണ വാങ്ങൽ പുനരാരംഭിക്കാമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് മോദി സർക്കാരിന്റെ ആഗോള സ്വാധീനത്തിന്റെ വ്യക്തമായ പ്രതിഫലനം കൂടിയാണ്. ഒരു കാലത്ത് ഉപരോധങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായിരുന്ന ഇന്ത്യ ഇന്ന് തുല്യ നിലയിൽ ചർച്ച നടത്തുന്ന ലോകശക്തിയായി മാറിയിരിക്കുന്നു. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ജനങ്ങളുടെ ക്ഷേമം ഇവയെല്ലാം മുൻനിർത്തിയാണ് മോദി സർക്കാർ ഓരോ തീരുമാനവും കൈക്കൊള്ളുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഇന്ത്യയുടെ ആവശ്യമായിരുന്നുവെങ്കിൽ അത് തുടർന്നു. എന്നാൽ ഇപ്പോൾ പുതിയ സാധ്യതകൾ തുറക്കുമ്പോൾ വെനസ്വേലയെയും പരിഗണിക്കുന്നു. ഇത് അവസരവാദമല്ല, തന്ത്രപരമായ ബുദ്ധിമുട്ടില്ലാത്ത നയമാണ്. ഇന്ത്യ ഇന്ന് ഊർജ്ജ രംഗത്ത് മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലും നിർണായക ശക്തിയായി ഉയർന്നിരിക്കുന്നു. അത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്.